നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. 1 മാസം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 ഏലക്ക ഒന്ന് തൊലി പൊടിച്ചിട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇപ്പം നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡാൽഡ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ചും ഡാൽഡ ഇട്ട് കൊടുക്കുകയാണ്. ഡാൽഡ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി. പക്ഷേ ഒരുപാട് നെയ്യുടെ ടേസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നെയ്യ് എത്രയും കഴിക്കണ്ടേ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നെയ്യ് എടുത്താൽ മതി. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തീ അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ച മണം മാറില്ല. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വെതറി ഇട്ട് കൊടുക്കണം. നമുക്ക് സിമ്മിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണേ. നമുക്ക് ഫുള്ള് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ നെയ്യിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇളക്കുമ്പോൾ ഇങ്ങനെ കട്ടകളുണ്ടെങ്കിൽ കട്ടകളൊന്ന് ഉടച്ചിട്ട് ഇളക്കി കൊടുക്കണേ. ഈ റെസിപ്പി എനിക്ക് തന്നത് നീലേശ്വരത്തുള്ള സുമേച്ചിയാണ് കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സുമേച്ചി, താങ്ക് യു. ഇപ്പോൾ ശരിക്കും 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി ഗോതമ്പ് പൊടിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഗോതമ്പ് പൊടി ആ മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതിട്ട് കൊടുക്കും. ഈ സിമ്മിൽ വെക്കാവുള്ളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോവും. 10 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുത്തത്. പഞ്ചസാരയുടെ ആ വെള്ള കളറൊക്കെ ഒന്ന് മാറണം. നമുക്ക് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കണം. ഇതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയുടെ ആ വെള്ള പൊടിയൊന്നും ഇല്ല കാണാനായിട്ട്. മറ്റേ അത് ആദ്യം പഞ്ചസാരയുടെ ആ പൊടി കാണാനുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ഇതപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ബട്ടർ പേപ്പറിൻ്റെ 2 സൈഡും പിടിച്ചിട്ട് പതുക്കെ ഒന്ന് പൊക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ പേപ്പർ പുറത്തോട്ട് കുറച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ കോണോട് കോണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പിൽ കിട്ടും. റെക്ടാങ്കുലർ ഷേപ്പിലോ ചെറിയ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ മുറിച്ചെടുക്കാം. പിന്നെ ബാക്കി വന്നത് ഞാൻ ഉരുട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് വീഡിയോ ഒന്ന് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, സോറി. അപ്പോൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കത്തി ഒറ്റ അമർത്തി കട്ട് ചെയ്യരുത് കേട്ടോ. കത്തി ഇങ്ങനെ പതുക്കെ മുന്നോട്ടും പുറകോട്ടും നീക്കിയിട്ട് പതുക്കെ മുറിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. സ്വീറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് മധുരമൊന്നും ഇല്ല കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു രസത്തിന് ചെയ്തു എന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരു രസമായിരിക്കും അവരുടെ കണക്കിലെ ഷേപ്പുകളൊക്കെ ഒന്ന് കടിച്ചു കഴിക്കാനായിട്ട്. പിന്നെ ഇളം ചൂടോടുകൂടി ചെറിയ ലഡു ആയിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഇതിപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. എത്ര പെട്ടെന്ന് പൊട്ടി വരുന്നത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗോതമ്പ് പൊടിയാന്ന് പറയുകയില്ല കേട്ടോ. ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ല ഉള്ളത്. പിന്നെ പഞ്ചസാര പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയല്ലോ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് ക്രിസ്റ്റലായിട്ട് അതൊന്നിങ്ങനെ കടിക്കാനും കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതുള്ളത്. ഇതിലിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല രുചിയുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ ഇത്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.